ഞാൻ തപ്പി നോക്കിയായിരുന്നു ഇവിടെ എങ്ങനെ നമ്മളെ ഉണ്ണാക്കന്മാർ ഇവിടെ എവിടെയും ഉണ്ടോ? കോഴിക്കോട് ബീച്ചിൽ എവിടെ കണ്ടിരുന്നോ? ലണ്ടനിൽ ഓടിയതിനു ശേഷം ഇവിടുത്തെ ബീച്ചിലൊന്ന് ഓടിയാൽ കൊള്ളുന്ന ആൺകുട്ടികളായാലും ഒന്ന് വന്നാൽ നീ എന്നാ പറഞ്ഞ കോത്ത് പിടിച്ചിരിക്കാൻ ഞാൻ ആരും വിചാരിച്ച പോത്തിനെ പിടിച്ചിരുന്നു. പിന്നെ രണ്ടോട്ടം റിപ്പീറ്റ് ചെയ്ത് കേട്ടപ്പോൾ മനസ്സിലായി പോത്തല്ല കോത്താണ്. നീ ഒരാളെ കണ്ടിട്ട് ഇങ്ങനെ കാര്യമുണ്ട്. നീ നമ്മളെ ക്യാമ്പസിൽ വന്നാൽ ധാരാളമായി കഴിയും. അവിടെ കോത്ത് പിടിക്കൽ മാത്രമല്ല അവിടെ പല പിടിക്കലും നടക്കില്ല. നീ കണ്ട എന്നാ പറയാം. നീ എന്റെ ജീവിതം മൊത്തം കറണ്ടി വരും. അങ്ങനത്തെ കാഴ്ചകൾ നീ കാണുവാണ്. അവർ ആരും ഇല്ലാത്ത സമയത്താണ് സംസാരിക്കുന്നത്. നീ എന്തിനാ ആരും ഇല്ലാത്ത സമയത്ത് പോയി പറഞ്ഞു. നീ ആരെ പോയത് ഇങ്ങനെ വല്ല സംഭവം കണ്ടുപിടിക്കാനല്ലേ? അതെല്ലാം നമുക്ക് മനസ്സിലായി. പിന്നെ നീ അതിന്റെ കാര്യം പറഞ്ഞു ട്രെയിൻ അവിടുന്ന് ഇവിടുന്നൊക്കെ സംസാരിക്കുന്നു. ട്രെയിനിൽ ഒരു പെണ്ണ് ചെക്കനെ സംസാരിച്ച അപ്പോൾ പ്രേമാവും. ഇവൻ വേണ്ട ബീച്ചിൽ നിന്ന് സംസാരിച്ച പ്രേമാവും. ഇതെല്ലാം സഹിക്കുക. അതിന്റെ അടുത്ത് നീ പറഞ്ഞ് ഇതൊന്നും റീച്ചിന് വേണ്ടിയിട്ടല്ല. എന്നിട്ടോ വീഡിയോന്റെ ക്യാപ്ഷൻ സബ്സ്ക്രൈബ്, വീഡിയോന്റെ ലാസ്റ്റോട്ട് എത്തുമ്പോൾ ലൈക്ക്. ഇതൊക്കെ പിന്നെ എന്തിനാ ഷെയർ ഇങ്ങനെ വിചാരിക്കാം. കുറച്ച് ആൾക്കാർക്ക് അയച്ചിട്ട് അവരങ്ങ് നന്നാവട്ടെ. പിന്നെ ഈ ലൈക്ക് എന്തിനാ? നീ സത്യം പറയാതെ അസ്ഥയിൽ ഉള്ളി മുറിച്ചിരുന്നെടുക്കുന്ന ഓടി വന്ന് വീഡിയോ എടുത്തതല്ലേ? അല്ലെങ്കിൽ പൈപ്പ് തുറന്നിട്ടോലെ കണ്ണ് വെള്ളം വരാൻ ഒരു സാധ്യതയില്ല. കുറെ ആൾക്കാർ പറയും നീ എന്താ ഈ മൂക്കിങ്ങനെ പിടിച്ച് വർത്താനം പറയുന്ന പോലെ എനിക്ക് ജലദോഷം കേട്ടോ. എന്നിട്ട് ഞാൻ ഈ പുള്ളിക്കാരന്റെ വീഡിയോ കാത്തിരുന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോൾ റിയാക്ഷൻ ഇട്ടത്. അപ്പോൾ ബെസ്റ്റ് ആയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഈ മൊണ്ണേഷ് ഇവിടെ കോഴിക്കോട് കാല് കുത്തിയെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഉണ്ടെങ്കിൽ ഇവൻ്റെ കാലിനെ അടിച്ച് ഞാൻ ഓടിക്കേനി. എടാ ആരിഫ് ഹുസൈൻ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ എനിക്ക് മെസ്സേജ് അയക്കി, നിനക്ക് ഇതിനുള്ള മറുപടി. പിന്നെ ഇതേതാ മൊണ്ണത്തി? സത്യം പറഞ്ഞാൽ പറയാനും അറിയില്ല. പണ്ടൊരു ചൊല്ലുണ്ട്, മിണ്ടാമ്പം പൂച്ച കലടയ്ക്കുന്നത്. അതേപോലെയാണ് ഇതേതാ നേരെ ആരിഫ് ഹുസൈൻ്റെ അടുത്തുനിന്ന് എല്ലാ ഡിപ്ലോമയും പഠിച്ചിട്ടാണ് പെണ്ണുങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്നത് തോന്നുന്നത്. എല്ലാ ഉസ്താദുമാരെയും കളിയാക്കുക, പരിഹസിക്കുക, അതാണ് ഇവിടെ ഉദ്ദേശം. ഇവർക്ക് ആദ്യം വലിയ റീച്ചൊന്നും ഇല്ല. ഇനി എല്ലാം ഇവിടെ വീട്ടിൽ വരെ ചിലപ്പം മുസ്ലിംസിനെ എതിർത്തിട്ട് സംസാരിക്കണം. അതുകൊണ്ടാണല്ലോ ഉസ്താദുമാരൊക്കെ കളിക്കുക. ആ ചെറുക്ക് എന്തെങ്കിലും ഒരു നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് അതതിൻ്റെ വഴിക്ക് പോവുകയാണ്. അതിനെങ്കിൽ ഈ പെണ്ണ് ഇങ്ങനെ ചൊടിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇവക്ക് ഈ ക്യൂട്ട്നെസ് മെഴുകുന്ന പറ്റൂല സംഗതി. അതുകൊണ്ട് വലിയ റീച്ചൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ ഉസ്താദുമാരും മുസ്ലിംസിനെയൊക്കെ വിമർശിച്ചിട്ട് നേരെ സംഗതി. ഇവർ രണ്ടുപേരും കഴിക്കുന്നത് ചോറല്ല, ചാണകമാണ്. ഈ പെണ്ണും കഴിക്കുന്നത് ചാണകം, ഇയാളും കഴിക്കുന്നത് ചാണകം. അതിനപ്പുറത്തേക്കുള്ള ബുദ്ധിയൊന്നും ഇവർക്ക് ഇല്ല. ബുദ്ധി ഇല്ല, പണ്ട് കാര്യമില്ല. ഇവരടുത്ത് കൂടെ പോയാൽ തന്നെ നമ്മൾ നാറും. സത്യം പറഞ്ഞാൽ ഈ പെണ്ണ് വളർന്നു വരുന്ന വിഷമാണ് തുപ്പിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ഉസ്താദന്മാരും ഇങ്ങനെ കളിക്കുന്നത്. ഈ നാറിയ തന്നെ കണ്ടോ, വേറൊന്നും പറയില്ല. ഈ നാറിന് നേരിൽ കണ്ട് അടിച്ചു ഓടിക്കണം.